ഇപ്പോൾ എല്ലാ ദിവസവും വന്യമൃഗത്തിന്റെ വാർത്ത കൂടാതെ അപകടം ഇതില്ലാത്തൊരു വാർത്താ ദിനം പോലും ഇല്ല എന്ന അവസ്ഥയിലാണ് കാര്യം. അതിക്രൂരമായ കൊലപാതകങ്ങൾ. ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി മറയൂർ ഉദുമൽപേട്ട റോഡിലാണ് കാട്ടാന ഇറങ്ങിയത്. രാഹുൽ വിജയൻ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ കാട്ടാന? വിശദാംശങ്ങൾ. അനുജ, ഈ കാട്ടാന ഇപ്പോഴും ഈ ജനവാസ മേഖലയ്ക്ക് സമീപത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേനലായതോടുകൂടി ഈ വന്യജീവികളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പതിവാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കാട്ടാനകളാണ്. തീറ്റ തേടി ഇറങ്ങുന്നതാണ്. വനത്തിനുള്ളിൽ തീറ്റ കുറയുന്നതനുസരിച്ച് അവർ നാട്ടിലേക്ക് ഇറങ്ങും. പക്ഷേ അത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ചിന്നാർ ഉദുമൽപേട്ട റോഡിൽ ഈ കാട്ടാന ഇറങ്ങിയത്. വാഹനങ്ങൾക്ക് മുമ്പിലാണ് ഇറങ്ങിയത്. പക്ഷേ വലിയ അക്രമ സ്വഭാവത്തിലേക്കൊന്നും ആന പോയില്ല. പക്ഷേ ആശങ്ക അതിലെ പോകുന്ന വാഹനയാത്രികർക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആനയ്ക്ക് അവിടുത്തെ നാട്ടുകാർ ഒരു പേര് കൂടി ഇട്ടിട്ടുണ്ട്. വിരികൊമ്പൻ എന്നാണ് ആനയുടെ പേര്. ഈ രണ്ട് കൊമ്പുകളും ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അതിന് വിരികൊമ്പൻ എന്നൊരു പേര് കൂടി ഇട്ടിരിക്കുന്നത്. കൗതുകമുള്ള പേരൊക്കെ ഇടുമെങ്കിൽ പോലും പക്ഷേ ഇവരുടെ നാട്ടിലേക്കുള്ള വരവ് അത്ര കൗതുകമുള്ളതല്ല, വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. വനം വകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം ഈ മേഖലയിൽ ഉണ്ടാകണം. ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങാതിരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി, മറയൂരിലാണ് കാട്ടാന ഇറങ്ങിയത്, റോഡിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അപകടമൊന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ആക്രമണമൊന്നും നടത്തുന്നില്ല, എങ്കിൽ പോലും ജനങ്ങൾക്ക് ഭീതിയാണ്.